ഒരിക്കൽ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു കള്ളനെ കുറച്ച് പേർ ചേർന്ന് വളരെ സംശയാസ്പദമായിട്ട് പിടികൂടി. അയാൾ സമ്മതിച്ചു കൊടുത്തേയില്ല. ഞാൻ കള്ളനൊന്നുമല്ല, ഞാൻ ഇതുവഴി പോയ ഒരാളാണെന്ന് അയാൾ പറഞ്ഞു. നാട്ടുകൂട്ടം കൂടി, നിന്നെ ഞങ്ങൾ പോലീസിലൊന്നും ഏൽപ്പിക്കത്തില്ല, നീ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നൊന്ന് സത്യം ചെയ്താൽ മാത്രം മതി അവനോട് പറഞ്ഞു. ക്ഷേത്രത്തിൻ്റെ പേര് കേട്ട അവൻ ഞെട്ടിപ്പോയി. താൻ കള്ളനാണെന്ന് അവൻ അപ്പോൾ തന്നെ തുറന്നു പറഞ്ഞു. തനിക്കൊരു അബദ്ധം പറ്റിയതാണെന്നും തന്നെ വെറുതെ വിടണമെന്നും അവൻ അവരോട് പറഞ്ഞു. കാരണം അവർ അവനെ കൊണ്ടുപോകാനിരുന്നത് സാക്ഷാൽ കറുപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലേക്കായിരുന്നു. അവന് വളരെ വ്യക്തമായി അറിയാം, എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു പോയാൽ അവൻ്റെ തലമുറ പോലും നശിക്കുമെന്ന്. തമിഴ്നാട്ടുകാർ ഇത്രയധികം ഭയപ്പെടുന്ന ഈ കറുപ്പസ്വാമി ആരാണ്? എവിടെ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഉത്ഭവം ഉണ്ടായത്? അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കാരണം ഇതുപോലെയുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇനിയും വരാനുണ്ട്. വെൽക്കം ടു ദ മിസ്റ്റിക് വേൾഡ് ഓഫ് മാജിക് ലാബ്. ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആരാധിക്കപ്പെടുന്ന ഒരു ഉഗ്രമൂർത്തിയാണ് ഈ കറുപ്പസ്വാമി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ക്ഷേത്രങ്ങൾ നമുക്ക് കേരളത്തിലും വ്യാപകമായിട്ട് തമിഴ്നാട്ടിലും കാണാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ തന്നെ വിദേശ രാജ്യങ്ങളായിട്ടുള്ള ശ്രീലങ്ക, വെസ്റ്റ് ഇൻഡീസ്, കോങ്കോ, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങി തമിഴ് വംശജർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഈ കറുപ്പസ്വാമിയുടെ ക്ഷേത്രങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നീതിയുടെയും ന്യായത്തിൻ്റെയും ദേവതയാണ് കറുപ്പസ്വാമി. ഒരു ഗ്രാമത്തിൻ്റെ തന്നെ കാവൽ ദേവതയാണ് കറുപ്പസ്വാമി. ഒരു വിഭാഗം മനുഷ്യർ വിശ്വസിക്കുന്നത് സാക്ഷാൽ പരമശിവന്റെ അംശ അവതാരമാണ് അദ്ദേഹം എന്നാണ്. എന്നാൽ മറ്റൊരു വിഭാഗം വിശ്വസിക്കുന്നത് ഗ്രാമദേവതയായ അയ്യനാരുടെ സഹായിയാണ് ഇദ്ദേഹം എന്നാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഉത്ഭവ കഥ വളരെ വിചിത്രമാണ്. അനേകം ഗ്രാമങ്ങളിൽ അനേകം കഥകൾ ഇന്നും നിലവിലുണ്ട്. നമുക്ക് അതിൽ ചില കഥകൾ കേട്ടു നോക്കാം. കറുപ്പസ്വാമിയുടെ ഉത്ഭവത്തിന് തമിഴ് ഭാഷയുടെ ഉത്ഭവവുമായി തന്നെ ബന്ധമുണ്ട്. സംഘകാലഘട്ടം. ഇദ്ദേഹത്തിനെക്കുറിച്ച് കൂടുതലും പരാമർശമുള്ളത് സംഘകാല കൃതികളായ അകനാനൂറ്, പുറനാനൂറ്, അതുപോലെ തന്നെ ചിലപ്പതികാരം എന്നിവയിലാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നടുക്കൽ എന്ന ഒരു ആരാധനാ സംവിധാനമുണ്ടായിരുന്നു. അതായത് പ്രത്യേക തരത്തിലുള്ള രൂപങ്ങളെ കൊത്തിവെച്ച് അതിനെ ആരാധിക്കുന്ന രീതി. ഈ കൊത്തിവെച്ച രൂപങ്ങൾ എന്ന് പറയുന്നത് ഒരു കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടേത് തന്നെയായിരുന്നു. പണ്ട് കാലത്ത് ആന്ധ്രയുടെ ഭാഗം മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ വ്യാപിച്ച് കിടന്നതായിരുന്നു തമിഴ് ലോകം. അക്കാലത്ത് ഭൂമിയെ 5 തിണകളായിട്ട് വേർതിരിച്ചിരുന്നു. അന്നത്തെ മനുഷ്യരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ കൃഷിയായിരുന്നു. ഇന്ന് നമുക്ക് വൈദ്യുതിയുണ്ട്, എല്ലാ വിധത്തിലുള്ള സാങ്കേതിക വിദ്യകളുമുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് ഇതൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കന്നുകാലികളെ വളർത്തിയും കൃഷി ചെയ്തും ജീവിച്ചു പോകും. അവരുടെ എല്ലാ സ്വത്തെന്ന് പറഞ്ഞാൽ ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്നതായിരുന്നു. പക്ഷേ അക്കാലത്തും ഒരു ജോലിയും ചെയ്യാതെ ഈ വസ്തുക്കൾ മോഷ്ടിക്കുന്ന കള്ളന്മാരുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ അവർ വന്ന് വിളകൾ നശിപ്പിക്കുകയും കന്നുകാലികളെ മോഷ്ടിക്കുകയും ചെയ്യുന്നു. ആ വിളകളെ സംരക്ഷിക്കാനും കന്നുകാലികളെ സംരക്ഷിക്കാനുമായി ഗ്രാമത്തിൽ ഓരോരോ സംരക്ഷകരെ അക്കാലത്ത് നിയമിച്ചിരുന്നു. ഇവരെ കറുപ്പസ്വാമി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ധീരയോദ്ധാക്കളായ ഇവർ കള്ളന്മാരെ അങ്ങേയറ്റം ഭയപ്പെടുത്തിയിരുന്നു. തങ്ങൾക്ക് മരണം വരും എന്നറിഞ്ഞിട്ട് പോലും ഈ കള്ളന്മാരെ ആക്രമിക്കാനായിട്ട് അവർ മുന്നോട്ട് വന്നു. അങ്ങനെ വീരമൃത്യു വരിച്ച ഇവരുടെ ആത്മാവ് ഇപ്പോഴും ഉണ്ടെന്ന വിശ്വാസത്തിൽ അവരുടെ ശിലാരൂപങ്ങളുണ്ടാക്കി ജനങ്ങൾ ആരാധിക്കാനായിട്ട് തുടങ്ങി. അവർ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പോയോ അവിടെയെല്ലാം ഈ ശിലാരൂപങ്ങളെ അവർ പ്രതിഷ്ഠിച്ചു. ആ കറുപ്പസ്വാമിമാർ തങ്ങളെ ഈ രാജ്യത്തും രക്ഷിക്കുന്നു എന്നവർ വിശ്വസിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഈ ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും കറുപ്പസ്വാമിമാരുടെ വിഗ്രഹങ്ങളും ആരാധനയും എത്തിയത്. കാലക്രമേണ ഇത് ഒരു കുടുംബത്തിൽ നിന്നും പല കുടുംബത്തിലേക്ക് വ്യാപിച്ചു. ഒരു ഊരിൽ നിന്നും പല ഊരിലേക്ക് വ്യാപിച്ചു. ഓരോ ഗ്രാമത്തിലും കറുപ്പസ്വാമികളുണ്ടായി. മധുരയിലുള്ള അഴകർ കൂടി, അഴകർ എന്നാൽ മഹാവിഷ്ണു ക്ഷേത്രമാണ്.
ഈ ക്ഷേത്രത്തിൽ വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു കറുപ്പസ്വാമിയുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ 18-ാം പടി കറുപ്പസ്വാമി എന്നാണ്. ഈ പേരിൻ്റെ പിന്നിൽ അതിസാഹസികവും അവിശ്വസനീയമായിട്ടുള്ളൊരു കഥയുണ്ട്. ഈ ക്ഷേത്രത്തിൽ വളരെ അമൂല്യമായിട്ടുള്ള രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത്ര. ഒരു ദിവസം രാത്രി 18 കള്ളന്മാർ ഇത് മോഷ്ടിക്കാനായിട്ട് വന്നത്ര. ആ ക്ഷേത്രത്തിലും ഒരു കറുപ്പസ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ കാവൽ നിൽക്കുന്ന സമയത്താണ് ഇവർ വരുന്നത്. ഇവർ വരുന്നത് തിരിച്ചറിഞ്ഞ അദ്ദേഹം അവരുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട് തുടങ്ങി. ഈ 18 പേരും അതിസാഹസികരും വളരെയധികം കഴിവുകളുള്ളവരുമായിരുന്നു. അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ള ആ കറുപ്പസ്വാമി അവരെ ഓരോരുത്തരെയായി വെട്ടി വീഴ്ത്തി. ആ ക്ഷേത്രാങ്കണത്തിൽ മുഴുവൻ ചോര നിറഞ്ഞു. അന്നത്തെ ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി. ഒരു കാഴ്ച കണ്ട് അവർ ഞെട്ടിപ്പോയി. 18 മനുഷ്യർ പടി പോലെ നിരനിരയായി വീണു മരിച്ചു കിടന്നു. അതിന് മുകളിലായി കാലിന് മുകളിൽ കാല് കയറ്റിയിരിക്കുകയാണ് ആ ക്ഷേത്രത്തിലെ കറുപ്പസ്വാമി. അദ്ദേഹവും ചോര വാർന്ന് മരിച്ചിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തിനെ അവിടുത്തെ ഒരു പരദേവതയായിട്ട് അവർ സങ്കല്പിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പോഴും ആ ക്ഷേത്രത്തിനെ സംരക്ഷിക്കുന്നു എന്ന വിശ്വാസത്തിൽ ആ ആത്മാവിനെ അവിടെ കുടിയിരുത്തി. അങ്ങനെ അദ്ദേഹം 18-ാം പടി കറുപ്പസ്വാമി എന്നറിയപ്പെടാനായിട്ട് തുടങ്ങി. കറുപ്പസ്വാമിയുടെ രൂപം വളരെ ഭയാനകമാണ്. ദൃഢപേശികളോടുകൂടിയ ശരീരവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വളരെ വലിയ ഒരു വാളുമാണ്. കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന രീതിയിലാണ് പല രൂപങ്ങളും കൊത്തിയെടുത്തിട്ടുള്ളത്. അത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇദ്ദേഹത്തിന് അർപ്പിക്കുന്ന വഴിപാടുകളാണ്. വെറ്റില, ചുരുട്ട്, മദ്യം ഇതൊക്കെയാണ് അദ്ദേഹത്തിന് സാധാരണയായിട്ട് വഴിപാടായിട്ട് അർപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിനെ ജനങ്ങൾ കാണുന്നത് നീതിയുടെയും ന്യായത്തിൻ്റെയും ദേവതയാണ്. അതായത് നമുക്ക് നീതിയും ന്യായവും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹം മേടിച്ച് തരും എന്ന് ഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, മനസ്സിൽ എന്തെങ്കിലും കള്ളത്തരമോ ദുഷ്ടപ്രവൃത്തിയോ വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെ ആരാധിക്കുകയാണെങ്കിൽ അതിന് തെറ്റായ രീതിയിലുള്ള ഫലമായിരിക്കും നമുക്ക് ലഭിക്കുക. കേരളത്തിൽ പ്രധാനമായിട്ടും അയ്യപ്പ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കറുപ്പസ്വാമിയെ നമ്മൾ കണ്ടുവരുന്നു. ഉദാഹരണത്തിന് ശബരിമല, അച്ചൻകോവിൽ തുടങ്ങിയ ക്ഷേത്രങ്ങളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. തമിഴ്നാട്ടിലെ ഓരോ ഊരിനെയും സംരക്ഷിക്കുന്ന കാവൽ ദേവതയായി ഇന്നും കറുപ്പസ്വാമിയുടെ സാന്നിധ്യം അവിടെ ഉള്ളതായി ജനങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അവിശ്വസനീയമായ പുതിയ കഥകളുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ഗുഡ് ബൈ.